രണ്ടാമത്തേത് ഇപ്പം ഈ ഹാദാനി എന്ന് ഇവിടെ ഓതുമ്പോൾ ഇവിടെ നോക്കി, ഇത് ശരിക്കും നമ്മൾ ഒരു അറബി പുസ്തകത്ത് വായിക്കുകയാണെങ്കിൽ ഇങ്ങനെ എന്താ വായിക്കുക? ഹദാനി എന്നാ വായിക്കുക, ഹാന്ന് വായിക്കൂല. അത് നീട്ടാണ്ടോ? ഇവിടെ നീട്ടാൻ അലിഫില്ല, ഹദാനി എന്നാ വായിക്കുക. അതേപോലെ തന്നെ ഇത് നോക്കിയേ, സാഹിറാനി എന്നാ വായിക്കാതെ സഹിറാനി എന്നാ വായിക്കുക, സഹിറാനി. പക്ഷേ ഇത് സാഹിറാനി എന്നേ ഓതുള്ളൂ, ഹാദാനി എന്നേ ഓതുള്ളൂ. അതെന്തുകൊണ്ട്? ഒരിക്കലും വിശുദ്ധ ഖുർആനെ എഴുതിയിട്ട് വായിക്കുക എന്നുള്ളത് ഉണ്ടായിട്ടില്ല. വിശുദ്ധ ഖുർആൻ 23 വർഷം കാലം അത് എങ്ങനെ ആളുകൾ സ്വീകരിച്ചത്? തൊള്ളിയിൽ നിന്നാണ് സ്വീകരിച്ചത്, ഓത്തിൽ നിന്നാണ് സ്വീകരിച്ചത്, പാരായണത്തിൽ നിന്ന്. എവിടെയെങ്കിലും എഴുതി വെച്ചത് എടുത്തിട്ട് ഓതുകയല്ല ചെയ്തത്. പിന്നെയോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓതി കൊടുത്തു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് ഓതി കൊടുത്തു, സഹാബത്ത് അത് എടുത്തിട്ട് എന്ത് ചെയ്തു? എല്ലാവർക്കും ഓതി. ആളുകൾ ഇത് പാരായണത്തിൽ നിന്നാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ എഴുത്ത് എങ്ങനെ ആയിട്ടുണ്ടെങ്കിലും പാരായണത്തിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, പശുക്ക് വരില്ല. അതുകൊണ്ടാണ് ഇപ്പം സലാത്ത് എന്ന് നമ്മളിവിടെ ഖുർആനിൽ കാണും. സലാത്ത് എന്ന് എഴുതൽ എങ്ങനെയാണ്? ഇങ്ങനെ ഉണ്ടാവുക. ഇതെന്താ വായിക്കുക? സലൂത്ത് എന്നാ വായിക്കുക, സലൂത്ത്. സലവാത്ത് വായിക്കൂല, സലൂത്ത്. പക്ഷേ ഇത് സലൂത്ത് എന്ന് വായിക്കൂല. വിശുദ്ധ ഖുർആനിൽ എങ്ങനെ വായിക്കുള്ളത്? സലാത്തിനെ വായിക്കുള്ളൂ. കാരണം എന്താ? എഴുത്ത് നോക്കിയിട്ടല്ല ഈ ഓത്ത് സ്വീകരിച്ചത്, പിന്നെ ഓതുന്നത് കേട്ടിട്ട് അങ്ങനെയാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് സലാത്ത് എന്നാണ് സ്വീകരിച്ചത്. അതേപോലെ തന്നെ സക്കാത്ത്, ഇതൊക്കെ അങ്ങനെ. ഇവിടെ ഹാദാനി, സാഹിറാനി, അതൊക്കെ പാരായണത്തിൽ നിന്നാണ് സ്വീകരിച്ചത്. അതും ഒരു മഹാപുരുഷാരം എന്ത് ചെയ്തു? ഇത് പാരായണം സ്വീകരിച്ചു, എന്നിട്ട് എന്ത് ചെയ്തു? അവരവരുടെ തലമുറക്ക് പകർന്നു, പിന്നെ അവരവരുടെ തലമുറക്ക് പകർന്നു. അതുകൊണ്ട് തന്നെ മുസാഫിൽ ആരെന്ത് കൃത്രിമം കാണിച്ചിട്ടുണ്ടെങ്കിലും അത് പെട്ടെന്ന് പിടികൂടും. ഇവിടെ ഇങ്ങനെയല്ല ഇത് എഴുതേണ്ടത് എന്ന് പറയും, ഇങ്ങനെയല്ല ഇത് പാരായണം ചെയ്യേണ്ടത് എന്നുള്ളത് പറയാൻ കഴിയുമെന്നുള്ളത്. അപ്പോൾ അതേ ഇത് വിഷയം. കാരണം ഈ ഹാദാനി എഴുതുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച തഫ്സീറിലുണ്ട്. ഇവിടെ അലിഫ് വേണോ, ഇങ്ങനെ ഹാദാനി ഇങ്ങനെ എഴുതാതെ ഇങ്ങനെ എഴുതണോ, അതല്ല അലിഫില്ലാതെ എഴുതണം, അങ്ങനെ ഒരു ചർച്ച ഉണ്ട്. അപ്പോൾ അലിഫില്ലാതെയാണ് എഴുതേണ്ടത്. കാരണം അതെന്താണ്, പിന്നെ ആ രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, എഴുതി വന്നിട്ടുള്ളത്. ഇനി അലിഫിട്ട് എഴുതി വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഉച്ചാരണം എന്തായിരിക്കണം? ഹാ എന്നായിരിക്കണം. ഹദാനി എന്നാകാൻ പാടുള്ളതല്ല, ഹാദാനി എന്നാകണം. തയ്യബ്. അപ്പം ഞാൻ ആ ഒരു വിഷയം പിന്നെ ഇതിൻ്റെ പിന്നെ അനുബന്ധമായിട്ട് ഉണർത്തിയതാണ്. പിന്നെ ഇന്ന ഹാദാനി എന്നുള്ളിടത്ത് അതെ ഇവർ രണ്ടുപേരും സാഹിര്യങ്ങൾ തന്നെയാകുന്നു എന്നർത്ഥം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ്. ഇനി അതല്ല, തീർച്ചയായും ഇൻ ഹാദാനി ഇല്ല സാഹിറാനി, ഇവർ രണ്ടുപേരും സാഹിര്യങ്ങൾ തന്നെയാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്താണ്, ശരിയാണ്. അവിടെ എന്തുകൊണ്ട് ഇന്ന എന്നതിൻ്റെ മുഖഫഫത്തായി അത് പിന്നെ തഖ്ഫീഫ് ചെയ്തിട്ടാണ് ഇൻ. അപ്പോൾ എന്തുകൊണ്ട് ഇൻ ഹാദൈനി എന്ന് പറഞ്ഞില്ല? ഹാദൈനി എന്ന് പറയാതെ ഹാദാനി എന്ന് പറഞ്ഞത് ഇത് കിനാന ഗോത്രക്കാരുടെ ലഹജയാണ്. കിനാന ഗോത്രക്കാരുടെ ലഹജയാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഹാദാനി എന്ന് എഴുതിയത്. അങ്ങനെ എന്ത് ചെയ്യാം, പിന്നെ എഴുതാം, അങ്ങനെ അത് പിന്നെ പാരായണം ചെയ്യുകയും ചെയ്യാം. അതിലെന്തില്ല, ഒരു തെറ്റുമില്ല. കാരണം വിശുദ്ധ ഖുർആൻ ഇറങ്ങിയപ്പോൾ എല്ലാ അന്നത്തെ അറേബ്യൻ ഗോത്രങ്ങൾ പിന്നെ അവർക്ക് പല ലഹജകളുണ്ടായിരുന്നു. ആ ലഹജകളിൽ പ്രമുഖ ലഹജകളെയൊക്കെ പരിഗണിച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് പ്രമുഖരായിട്ടുള്ള ഗോത്രങ്ങളിൽ ഒന്ന് ഹിജാസികളാണ്, ഹിജാസികൾ. പിന്നെ യമൻ തയ്യ് ഗോത്രങ്ങൾ, പിന്നെ ഹവാസിൻ ഹുദൈൽ ഗോത്രങ്ങൾ, അതുപോലെ തന്നെ ബനു തമീം ഗോത്രം. ഇങ്ങനെ 7 ഗോത്രങ്ങൾ. സഖീഫ് 7 ഗോത്രങ്ങൾ. ഈ 7 ഗോത്രക്കാരുടെയും ലഹജകളെ എന്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ 7 ഹർഫുകളിൽ ഇറങ്ങിയെന്ന് പറയുന്നത്. ഖുർആൻ 7 ഹർഫുകളിൽ ആണ് ഇറങ്ങിയിട്ടുള്ളത്. എല്ലാ ഹർഫും ഷാഫിൻ കാഫിൻ മതിയായതും പിന്നെ പര്യാപ്തവുമാണ് എന്നൊക്കെ ഹദീസിൽ കാണാം പറയുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു വിഷയം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ്റെ ഈ ഒരു പ്രത്യേകത, അതും വിശുദ്ധ ഖുർആൻ്റെ ഒരു എന്താണ് ആയത്ത്, അത് വിശുദ്ധ ഖുർആൻ്റെ വിഷയത്തിലുള്ളൊരു ദൃഷ്ടാന്തം കൂടിയാണത്. അതായത് ഈ പിന്നെ ലഹജകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിച്ചു എന്നുള്ളതും, പിന്നെ മാത്രമല്ല ഈ റസ്മിൻ്റെ വിഷയം വിശുദ്ധ ഖുർആൻ ആയതുകൊണ്ട് ഇത് ഹദാനി എന്ന് വായിക്കണില്ല. അതേസമയം വിശുദ്ധ ഖുർആൻ അല്ലാത്തവരോടത്താണെങ്കിൽ എന്താ വായിക്കുക, ഹദാനി എന്ന് വായിച്ചു പോകും. പക്ഷേ വിശുദ്ധ ഖുർആൻ ഇത് ആളുകൾ എവിടെയെങ്കിലും എഴുതി എടുത്തുന്നല്ല, പിൽക്കാലത്തേക്ക് എടുത്തത് അത് വായകളിൽ നിന്ന് ഓത്തായിട്ട് സ്വീകരിച്ച് ഒരു മഹാപുരുഷാരം മറ്റൊരു പുരുഷാരത്തിന് കൈമാറി, അങ്ങനെ കൈമാറി വന്നതാണ്.
അതുകൊണ്ട് തന്നെ എങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിലും പാരായണം ഒരിക്കലും എന്ത് ചെയ്യില്ല, പഴക്കൂല എന്നുള്ളത് അത് വിശുദ്ധ ഖുർആൻ്റെ എന്താണ് അത് അള്ളാഹുവിൽ നിന്ന് എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തം.